ഗൈസ്, പുഴയിൽ റിങ്ങിട്ട് ഞണ്ടിനെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ടോ. ടോട്ടൽ 30ഓളം റിങ്ങുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിലേക്ക് ഇതുപോലുള്ള ചെറിയ പൗച്ചുകൾ തയ്യാറാക്കിയാണ് കോഴിക്കുടൽ നിറയ്ക്കുന്നത്. എല്ലാത്തിലും നല്ലപോലെ കോഴിക്കുടൽ നിറച്ചതിന് ശേഷം നേരെ സ്പോട്ടിലേക്കുള്ള യാത്രയാണ്. റിങ് കെട്ടിയ കയറിന്റെ അറ്റത്ത് തെർമോക്കോളും കുപ്പിയും കെട്ടിയാണ് നമ്മൾ അടയാളം നിശ്ചയിക്കുന്നത്. പുഴയിൽ വേലിയേറ്റത്തിന്റെ സമയത്താണ് ഞണ്ടുകളും ചെമ്മീനുകളുമൊക്കെ കൂട്ടത്തോടെ പുഴയിലേക്ക് എത്തുന്നത്. നമ്മുടെ ബ്രോ റിങ്ങുകളൊക്കെ കെട്ടി റെഡിയാക്കുന്നതിനിടയിൽ ഞാൻ കയ്യിലിരുന്ന റോഡെടുത്ത് ചുമ്മാ ഒന്ന് കാസ്റ്റ് ചെയ്തു നോക്കി. ഇതുപോലെയുള്ള മരത്തോണിയിൽ ഇരുന്ന് ശീലമില്ലാത്തതിനാൽ തന്നെ ഞാൻ കാസ്റ്റ് ചെയ്യുമ്പോൾ തോണി കിടന്ന് ഉലയുന്നുണ്ടായിരുന്നു. വെറുതെ തോണി തള്ളി മറിച്ചിടണ്ടെന്ന് കരുതി ഞാൻ റോഡും മടക്കി ഒരു മൂലയിൽ അനങ്ങാതിരുന്നു. പിന്നീട് നമ്മൾ കെട്ടി റെഡിയാക്കി വെച്ചിരുന്ന ഓരോ റിങ്ങുകളും വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാൻ തുടങ്ങി. പുഴയുടെ ആഴത്തിനനുസരിച്ചാണ് കയറുകൾ കെട്ടി റിങ്ങുകൾ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്നത്. മാത്രമല്ല കൃത്യമായ അകലങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു നമ്മൾ ഓരോ റിങ്ങുകളും സെറ്റ് ചെയ്തിരുന്നത്. റിങ്ങുകളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. പിന്നീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തു നിന്നും ഓരോ റിങ്ങുകളും പതിയെ പതിയെ പൊക്കി നോക്കാൻ തുടങ്ങി. ആദ്യത്തെ കുറച്ച് റിങ്ങുകൾ പൊക്കി നോക്കിയപ്പോഴേക്കും അതിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പല റിങ്ങുകളിലും ചെറിയ കുഞ്ഞു കുഞ്ഞു ഞണ്ടുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇടവിട്ട് റിങ്ങുകളിൽ വലിയ ഞണ്ടുകളെ കാണാൻ തുടങ്ങിയപ്പോഴാണ് സമാധാനമായത്. വ്യത്യസ്ത കളറിലും വലിപ്പത്തിലുമുള്ള ഞണ്ടുകളെയായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഓരോ ഞണ്ടുകളെ കിട്ടുമ്പോഴും അതിന്റെ വിലയെക്കുറിച്ചും അതിന്റെ വ്യത്യാസങ്ങളെക്കുറിച്ചും ബ്രോ നമുക്ക് വിവരിച്ചു തരുന്നുണ്ടായിരുന്നു. കിട്ടിയ ഞണ്ടുകളുടെ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി നോക്കി ബ്രോ അതിന്റെ കാലുകൾ തമ്മിൽ കെട്ടിവെക്കുന്നുണ്ടായിരുന്നു. പരസ്പരം കടിച്ചും പിടിച്ചും ഡാമേജുകൾ ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിടിക്കുന്ന ഞണ്ടുകളുടെ ക്വാളിറ്റിയും തൂക്കവും നോക്കിയാണ് ഓരോ കാറ്റഗറി നിർണ്ണയിക്കുന്നത്. ഇത്തരം കാറ്റഗറികൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിന്റെ വിലയും നിശ്ചയിക്കുന്നത്. മഡട്ടെ അത്യാവശ്യം സൈസ് ഉണ്ട്, 1 കിലോ ഉറപ്പാണ്. പക്ഷേ മെയിലാ ഫീമെയിലാ ഗ്രേഡിലേക്ക് എത്തിയില്ല, ഒരു ഗ്രേഡിലും കിട്ടി. ശരിക്കും ഇത് ഫുള്ള് നല്ല ഉണ്ടാണെങ്കിലേ നല്ല പവർ ആയിരിക്കും. പിന്നെ പണങ്ങി നിൽക്കുന്നില്ലേ, ഇതിൽ മീറ്റ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഗ്രേഡ് വെച്ച് നോക്കുമ്പോൾ പൂരാന്നുള്ളൂ. ഇതിന്റെ വാട്ടർ ആയിരിക്കും അല്ലേ, വാട്ടർ എന്ന് പറയും. ഈ ഞണ്ടുപിടുത്തത്തിന്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ഫിഷിംഗ് വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി. ഇത്രയും ഞണ്ടുകളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിനെ നാളെ പോയിട്ട് സെയിൽ ചെയ്യും കേട്ടോ.